അതെ, ഇന്നത്തെ ഉച്ചയൂണിന് വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് ലാൻഡിലാണ് കേട്ടോ പോയത്. അപ്പം ഞാൻ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ വന്നത് പ്രമാണിച്ച് നമ്മൾ ഉച്ചയൂണ് പുറത്തുനിന്ന് ആക്കിയതാണ് കേട്ടോ. ഇവിടുത്തെ ഉച്ചയൂണ് എനിക്ക് ഒത്തിരി ഇഷ്ടമുണ്ടായിരുന്നു. പണ്ട് മുതലേ ഇഷ്ടമുള്ളത് കൊണ്ടാണ് കേട്ടോ. ഇപ്പോഴും കുഴപ്പമില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു പണ്ട് ഇതിലും നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കറികളും അതുപോലെ തന്നെ മീൻകറിയും 2 ടൈപ്പ് മീൻകറിയും മീൻ വറുത്തതും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നാണെന്നറിയോ, ഈ മഞ്ഞ കളറിലുള്ള മീൻകറി ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കൂട്ടി കഴിക്കുന്നത് മീൻസ് അതിൻ്റെ ചാറ് കൂട്ടി ചോറ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നെപ്പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഇഷ്ടമാണോ അതെ ആണെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ വലിയ കാട്ടം പാത്രമൊക്കെയാണ് കേട്ടോ നമുക്ക് തന്നത്. പേടിയാവുന്നുണ്ട് ആ പാത്രമൊക്കെ കണ്ടാൽ തന്നെ. എന്നാലും ചോറൊക്കെ നമ്മൾ അത്യാവശ്യം കഴിക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ പായസമുണ്ട്. എനിക്ക് എവിടെ ചെന്നാലും ചോറ് കഴിച്ച് കഴിയുമ്പോൾ പായസം കിട്ടുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പായസം കഴിക്കാനായിട്ട് ഞാൻ കുറച്ച് സ്പേസ് എൻ്റെ വയറിൽ വെച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പടി ചോറുണ്ടെങ്കിൽ പായസവും പിന്നെ അത് കഴിഞ്ഞ് ഞാനൊരു സ്വീറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാണ് നമ്മുടെ പായസം. നല്ല അടപ്രഥമൻ പായസമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഓർക്കുമ്പോൾ തന്നെ കൊതി വരുന്നുണ്ട്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ പായസം ഇങ്ങനെ പപ്പടം കുഴച്ച് കഴിക്കുന്നതാണെങ്കിൽ. പിന്നെ ലാസ്റ്റ് മറിയാമ്മ ചോറുന്നില്ലാന്ന് കണ്ട് മറിയാമ്മയ്ക്ക് ബിരിയാണി ഓർഡർ ചെയ്തതാണ് കേട്ടോ. ആൾ കുറച്ച് ബിരിയാണി റൈസ് മാത്രം കഴിച്ചു, കുറച്ചേ കഴിച്ചുള്ളൂ. ആൾക്ക് തോന്നണ പോലെയൊക്കെയാണ് മറിയാമ്മ ഫുഡ് കഴിക്കുന്നത്. ഇന്ന് കഴിക്കുന്നത് നാളെ കഴിക്കത്തില്ല, അങ്ങനത്തെയൊക്കെ ഒരു സ്വഭാവമാണ് കേട്ടോ. കണ്ടില്ല ആളിത് ലെഫ്റ്റ് കൈ കൊണ്ടൊക്കെ കഴിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ചോക്ലേറ്റ് ലാവ കേക്ക്, എന്ത് സംഭവം സർപ്രൈസോ അങ്ങനെ എന്തോ അതിൻ്റെ പേര് ഞാൻ സത്യത്തിൽ വിട്ടുപോയി കേട്ടോ. ചോക്ലേറ്റ് ലാവ കേക്ക് വിത്ത് ഐസ്ക്രീം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ അവരെന്തോ സർപ്രൈസ് എന്ന് പറഞ്ഞു കേട്ടോ. കേക്കിൻ്റെ ഇതിൻ്റെ പേരായിരിക്കും കേട്ടോ. സംഭവം എന്തായാലും ഹെവി ആയിരുന്നു, പൊളിയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 3 പേരും കഴിക്കാനിരുന്നിട്ടും നമുക്ക് തീർക്കാനായിട്ട് പറ്റിയില്ല എന്നുള്ളതാണ്. കാരണം ഓൾറെഡി നമ്മൾ ചോറൊക്കെ കഴിച്ചതുകൊണ്ടായിരിക്കും. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഖമായിരുന്നു.